ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നമ്മളെ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിലെ ഒരു മതിലിനപ്പുറത്ത് നിന്നിട്ട് തമ്മിൽ ഇഷ്ടം കൈമാറില്ലേ, അതുപോലെ എനിക്ക് ഈ ജനലിനപ്പുറം നിന്ന് സ്നേഹം കൈമാറാം. അമ്മ അച്ഛൻ എപ്പോഴും തല്ലില്ലേ, അത് കാണാൻ എനിക്ക് വയ്യ, സങ്കടം വരും. അതാ ഞാൻ പോകുന്നെ. ഞാൻ പോവാണ് അമ്മേ. എന്നെ കാണാതെ സങ്കടപ്പെടുകയോ കരയോ ഒന്നും ചെയ്യരുത്. പോട്ടെ അമ്മേ. அங்க பாரு, ஏய் நில்லுங்க, தனியா எங்க போற? ஏய் நில்லுங்க. ആരാത്? ആരാന്നാ ചോദിച്ചത്? വിഷ്ണുട്ടാ, വിഷ്ണുട്ടാ. ഷാലി, വിഷ്ണുട്ടാ, എന്ത് കോലം! അത് ഒളിച്ച് താമസിക്കില്ലേ, ആൾക്കാരുടെ കണ്ണിപ്പെടാതെ വേണ്ട നടക്കാൻ. ശരിക്കും പെട്ടുപോയ അവസ്ഥയിൽ പോയടോ. അല്ല, തന്റെ കാര്യങ്ങൾ എങ്ങനെയാ? എനിക്കും നിർബന്ധിത ലീവാ. സ്പിരിറ്റ് കള്ളക്കടത്തുകാരന്റെ ഭാര്യ ജില്ലാ കളക്ടറായിരുന്ന അന്വേഷണത്തെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ടെന്ന്. എല്ലാത്തിനും പിന്നിലെ ചന്ദ്രബോസ. എന്തൊക്കെയോ ലക്ഷ്യങ്ങളുണ്ടാവും അവർക്ക്. അതിനുവേണ്ടിയാ ഇങ്ങനൊരു സ്പിരിറ്റ് നാടകം കളിച്ചിരിക്കുന്നത്. എന്ത് നാടകം കളിച്ചാലും വിഷ്ണുട്ടന് സ്വന്തം വീട്ടിൽ പോലും കയറാൻ പറ്റാതാക്കിയില്ലേ? വിഷ്ണുട്ട എന്തെങ്കിലും കഴിച്ചായിരുന്നോ? വിഷ്ണുട്ടൻ അകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എടുക്കും. വേണ്ട, ഈ കൂട്ടത്തിനിടയ്ക്ക് എവിടെന്നെങ്കിലൊക്കെ കഴിക്കും, വിശപ്പെടുക്കാൻ വേണ്ടി മാത്രം.
എല്ലാ പ്രശ്നങ്ങളും തീരട്ടെ, എന്നാലേ എനിക്ക് സമാധാനത്തോടുകൂടി കഴിക്കാൻ പറ്റുള്ളൂ. എനിക്ക് അധികം നേരം ഇവിടെ നിൽക്കാൻ പറ്റില്ല. വേഗം പോകണം. വിഷ്ണുട്ട ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? അതിനു വേണ്ടിയിട്ടാണല്ലോ അവന്മാരിങ്ങനെയൊക്കെ ചെയ്യുന്നേ. പക്ഷെ നമ്മൾ തളർന്നു പോരുത്. അവരെത്രത്തോളം ചവിട്ടി താഴ്ത്തിയാലും പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കണം. പക്ഷെ ഇപ്പൊ നമുക്ക് അതിന് പറ്റുന്നില്ലല്ലോ. അതിന് ആദ്യം നമ്മൾ നിരപരാധിത്വം തെളിയിക്കണം. സ്പിരിറ്റ് നമ്മുടെ വണ്ടിയിൽ മനഃപൂർവ്വം വെച്ചതാണെന്ന് തെളിവ് സഹിതം അറിയിക്കേണ്ടവരെ അറിയിക്കണം. ചന്ദ്രബോസിന്റെ തലയ്ക്ക് മുകളിലുള്ളവരെ. എങ്കിൽ മാത്രമേ എനിക്ക് ഈ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. അതുവരെ എനിക്കിങ്ങനെ ഒളിവ് കഴിയാനേ പറ്റൂ. വിഷ്ണുട്ടനകത്തേക്ക് വാ, ഞാൻ കഴിക്കാൻ എന്തെങ്കിലും എടുക്കാം. വാ. ഏയ് വേണ്ട ശാലിനി, വേണ്ട. ഈ ആദി പിടിച്ച ഓട്ടത്തിനിടയിൽ വിശക്കണില്ല. പിന്നെ തന്നെ ഒന്ന് കാണണം തോന്നി. അതാ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഞാൻ വന്നേ. മോളുറങ്ങിയോ? അച്ഛനെ കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് അവള് ചോദിക്കും. ഞാൻ ഓരോ ഒഴിവ് കഴിവ് പറയും. എന്നാലും മറ്റുള്ളവർ പറഞ്ഞ് ഏകദേശം കാര്യങ്ങൾ അവൾക്കും അറിയാം. ഞാൻ വിളിക്കണോ? വേണ്ട. ഈ ഒരവസ്ഥയിൽ അവളെന്നെ കാണണ്ട. വിഷ്ണുട്ട നിക്ക്, ഞാൻ പുറത്തേക്ക് വരാം. വേണ്ട വിഷ്ണുട്ട, നമ്മുടെ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, അതിലെ ഒരു മതിലിനപ്പുറത്ത് നിന്നിട്ട് തമ്മിൽ ഇഷ്ടം കൈമാറില്ലേ, അതുപോലെ എനിക്ക് ഈ ജനലിനപ്പുറം നിന്ന് സ്നേഹം കൈമാറാം.